രണ്ട് നിലകളിൽ ഈ വിഷയം പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, ചരിത്രത്തിൽ വലിയ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. വലിയ കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അർഹതപ്പെട്ടവരെ അംഗീകരിക്കാതിരിക്കുകയും തികച്ചും അനർഹരായ ആളുകൾക്ക് അവസരം നൽകുകയും പുതിയ ചരിത്രം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രൊഫസർ ഇർഫാൻ ഹബീബ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാവനാവൽക്കരണമാണ് ഈ കാലത്ത് നടക്കുന്നത് എന്നാണ്. കാവ്യവൽക്കരണം പോലും എന്നല്ല അദ്ദേഹം പ്രയോഗിക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി. കാരണം കാവ്യവൽക്കരണത്തിനകത്ത് ചരിത്രത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടാകും, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടാകും. ബാക്കി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇർഫാൻ ഹബീബ് പറയുന്നത് അങ്ങനെ പോലും അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് പുതിയ ചരിത്രം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ചരിത്രത്തിൽ വലിയ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗാന്ധി ഓർമ്മകളെ, നെഹ്റു ഓർമ്മകളെ, ആസാദിന്റെ ഓർമ്മകളെയൊക്കെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഇനി രണ്ടാമത്തേത്, നമ്മൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ അപരവൽക്കരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പലവിധങ്ങളായ ശ്രമങ്ങൾ, ഇങ്ങനെയൊക്കെ ജനാധിപത്യം വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മുമ്പിലുള്ള വഴി ഏതാണ്? ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ഗാന്ധിയുടെ വഴിയാണ് ഇന്ത്യയുടെ മുമ്പിലുള്ളത് എന്നാണ്. നമ്മൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന സമയത്തും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രത്യാശ ഗാന്ധിയൻ വിചാരധാര നമുക്ക് നൽകുന്നുണ്ട്. ആ അർത്ഥത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. മറ്റൊന്ന്, നെഹ്റു ഈ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിച്ച ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റു ആയിരുന്നില്ല ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയെ നയിച്ചിരുന്നത് എങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഉണ്ടാകുമായിരുന്നോ എന്ന് പോലും നമുക്ക് സംശയിക്കാവുന്നതാണ്. അത്ര വലിയ ദീർഘവീക്ഷണത്തോടുകൂടെ നെഹ്റുവിയൻ ആശയങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അതേപോലെ അബുൽ കലാം ആസാദ്, നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹൃദത്തിന് വേണ്ടിയൊക്കെ ധീരമായി നിലകൊണ്ട ഒരാളായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. രാജ്യത്ത് ഹൈന്ദവ മുസ്ലിം സംഘർഷങ്ങളൊക്കെ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്ന കാലത്ത്, ആ കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന്, വർത്തമാനത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ സമയത്ത് ആ ചരിത്രത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വി ഡി സതീശൻ സാറിനോട് ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ചരിത്രത്തിലുള്ള ഈ കയ്യേറ്റങ്ങളെ, ചരിത്രത്തിലെ അർഹരായ ആളുകളെ വെട്ടിമാറ്റുകയും അനർഹരായ ആളുകളെ കടത്തിക്കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമം നടത്തുന്നതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഈ പരിപാടിയിൽ ഇത് അറിവിൻ്റെ ഉത്സവമാണ്. അതിൻ്റെ ഭാഗമായി ഈ സെഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുന്നു. ഞാൻ ഒരുപാട് വായിക്കാറുള്ള സുഹൃത്താണ് സി മുഹമ്മദ് കിനാലൂർ. അദ്ദേഹമായിട്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട്, ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യയിലെ മാത്രമല്ല ലോക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകത്തെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്, നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ചരിത്രത്തിലേക്ക് നടത്തുന്ന കയ്യേറ്റമാണ്. അവിടെ കയ്യേറി അവർ വേറെ കുടിലുകൾ സ്ഥാപിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചരിത്രത്തിലെ സ്മരണകൾ മുഴുവൻ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനും പുതിയത് പ്രതിഷ്ഠിക്കാനും നടത്തുന്ന ശ്രമങ്ങളാണ്. നമുക്ക് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടന്ന കാര്യങ്ങളെ ആണ് വിസ്മൃതിയിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് നടക്കുന്നത് ഗാന്ധിയെയും നെഹ്റുവിനെയും ആസാദ് ഉൾപ്പെടെയുള്ള ആളുകളെ പിന്തള്ളാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അവർക്ക് പകരം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യയിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിക്കുള്ള പ്രസക്തി എന്താണ്? സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഏറ്റവും രൂക്ഷതയിൽ നിന്ന വർഷമാണ്, സ്വാതന്ത്ര്യം ലഭിച്ച വർഷമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. ലോകത്തിൻ്റെ, ഞാൻ തന്നെ ഒരു ജനാധിപത്യവാദി ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുള്ള ചരിത്രം, അതായത് 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധത്തിനും ഇടയിലുള്ള ഒരു പീരീഡാണ് എൻ്റെ വായനയുടെ ഒരു ഭാഗം, ചരിത്ര വായനയുടെ ഒരു ഭാഗം. അന്ന് ലോകത്തുണ്ടായിരുന്ന ഏകാധിപതികളായിരുന്ന ഭരണാധികാരികൾ, 2 മഹായുദ്ധങ്ങൾ, ഇതെല്ലാം ലോകത്തെ ആകെ മാറ്റിമറിച്ചു. കൊളോണിയലിസം, സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരു കൊളോണിയലിസം, ഇതെല്ലാം നിലനിന്നിരുന്നൊരു കാലമാണ്. ഞാൻ എൻ്റെ ഒരു പുതിയ തിയറി, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് സംഭവിച്ചതെല്ലാം പുതിയ ഫോർമാറ്റിൽ,
21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. വേറെ അതേ ഏകാധിപത്യം, അതേ യുദ്ധങ്ങളിലേക്ക് പോകുന്നു, അതേ രീതിയിലേക്ക് പോകണം. പക്ഷെ പുതിയ ഫോർമാറ്റില്ല. പണ്ട് ഹിറ്റ്ലർക്ക് വേണ്ടിയിട്ട് ഗീബൽസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഏകാധിപതികൾക്ക് PR ഏജൻസികളാണ് ഗീബൽസിൻ്റെ ജോലി ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചില സവിശേഷതകളുണ്ട്. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാന്ധിയെയും നെഹ്റുവിനെയും ആസാദിനെയും പുനർവായിക്കുക എന്നതിൻ്റെ അർത്ഥം ദേശീയ പ്രസ്ഥാനത്തെ പുനർവായിക്കുക എന്ന് തന്നെയാണ്. കാരണം അവർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നവരാണ്. അവരെ അടയാളപ്പെടുത്തുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. അദ്ദേഹത്തിന് പിന്തുണ അദ്ദേഹം നൽകി. അപ്പോൾ രാജ്യത്ത് നടന്നിരിക്കുന്ന സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ കൂടി ദേശീയ പ്രസ്ഥാനം ചേർത്ത് പിടിച്ചു. ഇത് കേരളത്തിൽ മാത്രം നടന്ന കാര്യമാണ്. ഇനിയിപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ദളിതർ നടത്തിയ പോരാട്ടം അവിടെ ഗാന്ധിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. അതിനൊരു ചരിത്രമുണ്ട്. രാജ്യത്തുടനീളം, അതായത് സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ അതിന് സമാന്തരമായി സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ സമരമായിരുന്നു. നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പോരാട്ടം. അതാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമായി മാറുന്നത് അതൊരു സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി കൂടി നടത്തിയ പോരാട്ടമാണ്. അപ്പോൾ അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, അവരായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവർ മൂന്നുപേരും എഴുത്തുകാരുമായിരുന്നു. ഇവർ ജനങ്ങളുമായി അതിഭയങ്കരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല, എഴുത്തിലൂടെ. ഗാന്ധി 1.5 ലക്ഷം പേജാണ് എഴുതിയത്. ഇപ്പൊ നെഹ്റുവിന്റെ S. ഗോപാല് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഇത് ഏകദേശം ഒരു 60,000-ഓളം പേജുണ്ട്. 600-700 പേജാണ് ഓരോ വോള്യത്തിനും. 100 വോള്യമാണ് പുറത്തിറക്കിയത്. ഗാന്ധി എഴുതിയത് 1.5 ലക്ഷം പേജാണെന്ന് ആലോചിക്കണം. ആസാദും ഭയങ്കര എഴുത്തുകാരായിരുന്നു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അവരുടെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഈ നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത്, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണ വാക്കുകളല്ല. അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ്. ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ഒരു പോരാട്ടമാണ്. അപ്പൊ അവരെ വിസ്മൃതിയിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഐഡിയോളജിയെയാണ് നമ്മൾ പുറമ്പോക്കിലേക്കാക്കുന്നത്. പുറത്ത് കളയാണ്, എവിക്ട് ചെയ്യുക, അവിടെ നിന്ന് ഇല്ലാതാക്കണം, ഓർമ്മകളിൽ നിന്ന് തള്ളിക്കളയാണ്. അപ്പൊ അതിനെന്താ കാര്യം? അത് വേറൊരു ഐഡിയോളജിയാണത്. ഒരു പുതിയ ഐഡിയോളജി സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഇത് നിലനിന്നാൽ ഈ പറയുന്ന ഇവർ കൊണ്ടുവരുന്ന ഈ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഏത് മനുഷ്യനെ ദ്രോഹിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രത്തെയും പരാജയപ്പെടുത്താനുള്ള കരുത്ത് ഈ ഇവരുടെ ആശയങ്ങൾക്കുണ്ട്. ഇവർക്ക് ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. ഇവർക്ക് ആർക്കും ഇതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. എത്ര വലിയ കയ്യേറ്റം നടത്തിയാൽ അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം അത് രാജ്യത്തിന്റെ ജനങ്ങളുടെ മനസ്സിൽ. ഇപ്പൊ നമ്മൾ ഭരണഘടനാ സംരക്ഷണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ആശയത്തിന്റെ പ്രോഡക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുണ്ട്. അത് ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ ചർച്ചകൾ, അംബേദ്കറുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം പണ്ഡിതോചിതമായിരുന്നു, എത്രമാത്രം ഡെപ്ത് ഉണ്ടായിരുന്നു. ആ ഭരണഘടനാ ശില്പികളുടെ മനസ്സിൽ ആർക്കായിരുന്നു മുൻഗണന ആ കാലഘട്ടത്തിൽ? ഞാൻ തമാശയായിട്ട് പറയും, അംബേദ്കർ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും വലിയ വിമർശകനായിരുന്നു. എപ്പോഴും വിമർശിക്കുകയായിരുന്നു. ആ ഗാന്ധിയും നെഹ്റുവുമാണ് ആദ്യമായൊരു മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ തങ്ങളുടെ ഏറ്റവും നല്ല വിമർശകനെ മന്ത്രിസഭയിൽ നിയമമന്ത്രിയാക്കി എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിലൊരു ഭരണഘടന ഉണ്ടായപ്പോൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ, വിദ്യാസമ്പന്നനാണ്, നിയമജ്ഞനാണ്, ആക്കണമെന്നില്ലല്ലോ, ഇപ്പം ആക്കൂല, പിന്നീട് അന്ന് അദ്ദേഹത്തെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കി. ഇപ്പോഴാണെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ED പോയേനെ, അല്ലെ അദ്ദേഹം ജയിലിലായിരുന്നു. അതാണ് വ്യത്യാസം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യാസം. അതാണ് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു വലിയ വിശാലമായ ഒരു മനസ്സിനെ
സൃഷ്ടിച്ചെടുക്കാൻ കഴിയും, എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയും, എല്ലാ അരുവികളും ഒഴുകി അല്ലേ, നദികളെല്ലാം ഒഴുകി, അരുവികൾ നീർച്ചാലുകൾ അരുവികളായി മാറി, അരുവികൾ നദികളായി മാറി. ഈ നദികളെല്ലാം ചെന്നു പതിക്കുന്നത് മഹാസാഗരത്തിലാണ്. ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തതകൾ, ചരിത്രങ്ങൾ, ചിന്താധാരകൾ, വ്യത്യസ്തങ്ങൾ, വൈവിധ്യങ്ങൾ, വ്യത്യസ്തതകൾ എല്ലാം ചെന്ന്, എല്ലാ അരുവികളും ചെന്ന് ചേരുന്ന മഹാസാഗരമായിരുന്നു ദേശീയ പ്രസ്ഥാനം. അത് അവരുടെ നേതൃത്വമാണ്. ഇത് നമ്മൾ അവരെ പുനർവായിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ഞാൻ അടുത്തതിലേക്ക് വരാം, ഇതാണ് ഏറ്റവും പ്രത്യേകം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ആ സ്മരണകളെ ഇല്ലാതാക്കി വേറെ ചില ആശയങ്ങളെ പ്രതിഷ്ഠിക്കാനാണ്. ഈ ഭരണഘടനയുടെ പ്രാമുഖ്യം ഉണ്ടല്ലോ, ആ ഭരണഘടന തെറ്റാണെന്നും അത് പൊളിച്ചെഴുതണമെന്നും അത് ഇന്ത്യക്ക് യോജിച്ചതല്ലെന്നും പറഞ്ഞ ആളുകളെയാണ് ഈ ഗാന്ധിക്കും നെഹ്റുവിനും പകരം പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത്. ഹെഡ്ഗേവാറിൻ്റെയൊക്കെ ഒരു ബെഞ്ച് ഓഫ് തോട്ട്സ്, വിചാരധാരയൊക്കെ വായിച്ചാൽ, ഗോൾവാൾക്കറിൻ്റെ വിചാരധാര വായിച്ചാൽ, ഹെഡ്ഗേവാറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അവരുടെ ആശയം എന്താണെന്ന് വ്യക്തമാവും. അപ്പം ആ ആശയം ഈ ആശയത്തോട് യോജിക്കാത്ത ആശയം, ഇത് തമ്മിൽ ഒരിക്കലും ചേരില്ല. സമാന്തരമായ വഴികളിലൂടെ മാത്രമേ ഇതിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇതില്ലാതായാൽ മാത്രമേ ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരകാലമൊക്കെയായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് സ്വാഭാവികമായി അക്കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു സംഗതി, ഗാന്ധിയുടെ പ്രതിപുരുഷനായി സവർക്കറെ വാഴിക്കാനുള്ള ഒരു ശ്രമം ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതേ ശ്രമം ഇക്കാലത്ത് നടക്കുന്നുണ്ട്. അന്ന് ഗാന്ധിക്ക് എതിരായ തത്തുല്യമായി നിൽക്കാൻ കഴിയുന്ന ഒരാൾ എന്നാണ് ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ, അഗ്രാണി എന്നാണ് അതിൻ്റെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്, ആ പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് ഗാന്ധിക്ക് തത്തുല്യമായ ഒരാൾ എന്നുള്ളത്. ഗാന്ധിയുടെ മറുപക്ഷത്ത് നിൽക്കാൻ എല്ലാ നിലക്കും യോഗ്യത ഉണ്ടായിരുന്ന ആൾ എന്ന് കരുതുകയും ആ ഗാന്ധി വധത്തിലേക്ക് തന്നെ ഒടുവിൽ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. എൻ ഗോപികൃഷ്ണൻ നടത്തുന്ന വളരെ രസകരമായൊരു നിരീക്ഷണമുണ്ട്. പിന്നെ സവർക്കർ എന്ന കൈത്തോക്കിൽ നിന്ന് പുറത്തു വന്ന ഉണ്ടയാണ് ഗോഡ്സെ എന്ന് പറയുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ഗാന്ധിയെ അപരവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ആ കാലത്ത് നടക്കുന്നുണ്ട്, ഈ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സവർക്കറെ മഹത്വവൽക്കരിക്കുകയാണ്. സവർക്കർക്കെതിരെ പറയുന്നത് തെറ്റാണ് എന്ന് കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ സമീപകാലത്ത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാക്കാലുള്ള പരാമർശമാണെങ്കിൽ പോലും നമുക്ക് ഭാവിയിൽ ഒരു വിഷയം എടുക്കാൻ കഴിയാത്ത വിധത്തിൽ അടച്ചു കളയുകയാണ്. സവർക്കർ ധീര സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ജുഡീഷ്യറിയിൽ നിന്ന് തന്നെ പ്രസ്താവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലത്താണ്. അപ്പോൾ ആ കാലത്ത് നമ്മൾക്ക് എങ്ങനെയാണ് ഗാന്ധിയെ വീണ്ടെടുക്കാൻ കഴിയുക? ഞാനത് ചോദിക്കുന്നത് ഇന്ത്യയിലെ നടപ്പുകാല രാഷ്ട്രീയവും കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. നരേന്ദ്രമോദി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ വലിയ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വി ഡി സവർക്കറെ വാഴിക്കുന്നു, ഗാന്ധിയുടെ ചിത്രത്തിന് നേരെ വീണ്ടും വെടിയെതിർക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഈ കാലത്ത് എങ്ങനെയാണ് ഗാന്ധിയെ സർഗാത്മകമായും സൃഷ്ടിപരമായും വീണ്ടെടുക്കാൻ കഴിയുക? ഈ വിവാദമായ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് രാഹുൽ ഗാന്ധിക്ക് ഇത് ഉണ്ടായതിനു ശേഷം ഒരാഴ്ചയ്ക്കാണ് ഞാനൊരു പാലക്കാട് ഒരു പൊതുയോഗത്തിൽ ഈ ഹെഡ്ഗേവാറും സവർക്കറും എല്ലാം ദേശദ്രോഹികളാണ്, വേണമെങ്കിൽ കോടതി എനിക്കെതിരായി കേസെടുക്കട്ടെ എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയത്. കാരണം ചരിത്രം അതാണ്. ഇപ്പം ഗാന്ധി വധത്തെക്കുറിച്ച്, ഗാന്ധി വധത്തിന് ശേഷം നടന്ന വിചാരണ ഈ പറയുന്ന ശക്തികൾ ആ വിചാരണ സംബന്ധിച്ച വിവരങ്ങൾ ഇങ്ങനെ പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഗോഡ്സെയുടെ ചിന്തകൾ എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് ഗോഡ്സെ ഒന്നും എഴുതിയതല്ല. ഈ ആശയത്തിന്റെ പ്രണേതാക്കൾ ഗോഡ്സെയുടെ പേരിൽ എഴുതിയ പുസ്തകങ്ങളാണ്. ഒറ്റ ചോദ്യമാണ് അതിനുള്ള മറുപടി. ഇപ്പോൾ ഏറ്റവും അവസാനം അരുൺ ഷോറിയുടെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ സവർക്കറിനെ കൃത്യമായി സവർക്കറിന്റെ പൊസിഷൻ എന്തായിരുന്നു, ഗാന്ധി അദ്ദേഹവുമായി പ്രതിപുരുഷനാണ് എന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന ഈ ശ്രമത്തെ പൊളിച്ചടുക്കുന്നുണ്ട്. ഗാന്ധി എവിടെ നിൽക്കുന്നു, ഗാന്ധിയുടെ ആശയങ്ങൾ എവിടെ നിൽക്കുന്നു, സവർക്കറുടെ ആശയങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് വ്യക്തത അരുൺ ഷോറിയുടെ ഈ പുസ്തകത്തിൽ തരുന്നുണ്ട്. ഗോപികൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഒറ്റ ചോദ്യമുള്ളൂ. സ്വാതന്ത്ര്യ സമരമാണല്ലോ ഈ രാജ്യത്തെ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തമായൊരു ഭരണഘടന ഉണ്ടാക്കി നമ്മുടെ ജനങ്ങൾ പരമാധികാരികളായിട്ടുള്ളൊരു രാഷ്ട്രം ഉണ്ടാക്കി. ആ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സമരമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ശക്തികൾക്ക് എന്തു പങ്കാണ്? ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. സവർക്കർ തന്നെ
ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങുന്നത്? മാപ്പപേക്ഷ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. മാപ്പപേക്ഷയിൽ അപ്പുറത്തേക്ക് ഒരു അഷ്വറൻസ് കൂടി കൊടുത്തു. 2 ഉറപ്പാണ് കൊടുത്തത് ബ്രിട്ടീഷ് മേധാവികൾക്ക്. 1, ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല, വാക്കാണ്. 2, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരെ എതിർക്കും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഈ ആശയക്കാർ പിന്നെ ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരന്മാരായ ദേശാഭിമാനികളെ ഒറ്റിക്കൊടുക്കുന്ന 5-ാം പത്തികളുടെ ജോലിയാണ് ചെയ്തത്. 5-ാം പത്തികളുടെ ജോലിയാണ് ചെയ്തത്. അതിൽ പലരും ഉണ്ട്, അവർ മാത്രമല്ല, വേറെയും പല ആശയക്കാരുണ്ട്. കൂടെ വിദേശ രാജ്യങ്ങളിൽ ആശയം മാറുന്നതനുസരിച്ച് ഇന്ത്യയിൽ ആശയം മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതായത് സ്റ്റാലിൻ എന്താണ് അവിടെ തീരുമാനം? സ്റ്റാലിൻ ആദ്യം ഹിറ്റ്ലറുമായിട്ട് സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ടായി. അപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ആരുടെ കൂടെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു. ബ്രിട്ടീഷിനെതിരായിരുന്നു, ഇല്ലേ? ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നു. ആരുടെ കൂടെയായിരുന്നു? ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു. അപ്പോൾ ഗാന്ധി നെഹ്റുവും ബ്രിട്ടീഷുകാരുമായിട്ട് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന സമയത്തും അവർ ഫാസിസത്തിനെതിരായി ഉറച്ച നിലപാടെടുത്തു. അതാണ് ഐഡിയോളജിയിലെ വ്യക്തത എന്ന് പറയുന്നത്. അതാണ് ബ്രിട്ടനെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോഴും ലോകത്ത് ഫാസിസം വളരുന്നത് അവർ ഉത്കണ്ഠയോടുകൂടിയാണ് നോക്കിയത്. അവർ ആ ഫാസിസത്തിനെതിരായി നിലപാടെടുത്തു. സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ബ്രിട്ടന് പിന്തുണ നൽകി. മറ്റൊരു കൂട്ടർ ചെയ്തത് സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ടായപ്പോൾ സ്റ്റാലിന്റെ കൂടെ നിന്നു. പിന്നീട് ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചപ്പോഴാണ് സ്റ്റാലിൻ നിലപാട് മാറ്റിയത്. അപ്പോഴാണ് ഇന്ത്യയിൽ നിലപാട് മാറ്റി വീണ്ടും ബ്രിട്ടീഷുകാരുടെ കൂടെ ആയത്. ഇതൊക്കെ അന്നത്തെ ഒരു പൊളിറ്റിക്സാണ്. അപ്പോൾ ഈ ഒരു ആശയം അന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് തന്നെയാണ്. അല്ലാതെ രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാട് മാത്രമായിരുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേകത, ഇവർക്ക് ലോകവീക്ഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചാൽ അറിയാം, ലോകത്ത് നിലനിന്നിരുന്ന എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ സിവിലൈസേഷനുകളെയും, എല്ലാ സംസ്കൃതികളെയും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും കൈവെള്ളയിൽ എന്ന പോലെയാണ് നെഹ്റു ആ പുസ്തകം എഴുതിയത്. കവിത പോലെയാണ് പുസ്തകം. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്ര സംഗ്രഹം എന്ന് പറയുന്ന അതിമനോഹരമായ പുസ്തകം. അത് വായിച്ചാൽ അറിയാം ലോകവീക്ഷണം എന്താണ്. വലിയ വിശാലമായ വിശ്വപൗരൻ എന്നൊക്കെ പറയുന്നത് അതാണ്, ആ അർത്ഥത്തിലാണ്. വലിയ വീക്ഷണത്തോടാണ് രാജ്യത്തിന്റെ ഒരു ആശയങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. വലിയ ജനാധിപത്യ ബോധമാണ്. അതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും പ്രത്യേകതയും. ആ ആശയത്തെയാണ് ഇപ്പൊ ഇല്ലാതാക്കാൻ നോക്കുന്നത്. ഇപ്പോ അക്രോസ് ദ വേൾഡ്, ലോകത്തെല്ലായിടത്തും ഇതുപോലുള്ള ശക്തികൾ വരികയാണ്. അവര് പുതിയ കാര്യങ്ങളെ, ഇപ്പോൾ ഉള്ള പ്രത്യേകിച്ച് ടെക്നോളജി അല്ലേ, ഡിജിറ്റൽ മീഡിയ, ഇപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും അതുപോലെ ടെക്നോളജി ജയൻസുമാണ് മൊത്തത്തിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏകാധിപതികളായ നേതാക്കൾ മുഴുവൻ ഈ സംവിധാനങ്ങൾ അവൈൽ ചെയ്യാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉദാഹരണത്തിന് ഇവര് കൈയടക്കുകയാണ്. നിങ്ങൾക്കറിയാം, മ്യാൻമാറിൽ, പഴയ ബർമയിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ വിദ്വേഷ പ്രചരണം ഉണ്ടായി. അപ്പൊ ഈ ഫേസ്ബുക്കിന് അതിൽ വലിയ റോളുണ്ട്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ആൽഗരിതം ഡ്രിവൺ ആണ്. ആൽഗരിതമാണ് കൺട്രോൾ ചെയ്യുന്നത്. ആൽഗരിതത്തിന് ഡയറക്ഷൻ കൊടുക്കുക. ആൽഗരിതത്തിന് ഫേസ്ബുക്കിന്റെ മേധാവികൾ കൊടുത്ത ഡയറക്ഷൻ മാക്സിമം റീച്ച് എന്നാണ്, മാക്സിമം എൻഗേജ്മെന്റ്. അപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ചൊരു നല്ല വാചകം ഫേസ്ബുക്കിൽ എഴുതിയാൽ അത് അധികം പേര് പോവില്ല. ഞാൻ നിങ്ങളെ കുറിച്ചൊരു ദുഷിപ്പ് എഴുതിയാൽ അതൊരു 10 മൾട്ടിപ്ലൈ ചെയ്ത് 10-100 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യും. ഒരിക്കലും നല്ല കാര്യങ്ങൾ പോവില്ല. ഇപ്പൊ മാക്സിമം എൻഗേജ്മെന്റ് എന്ന് ഫേസ്ബുക്കിന്റെ ആൽഗരിതത്തോട് ഡയറക്ഷൻ കൊടുത്തപ്പോ അവർ ഈ വിദ്വേഷ പ്രചരണം അതിന്റെ രൂക്ഷതയിലാക്കി. യഥാർത്ഥത്തിൽ അവിടെ ആയിരക്കണക്കിന് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഇവിക്ട് ചെയ്യപ്പെട്ടു. ശരിക്കും എത്നിക് ക്ലെൻസിങ് ആയിരുന്നു, വംശഹത്യയാണ് അവിടെ നടന്നത്. അതിന് ഈ പുതിയ കാലത്തെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ കാലത്തെ ഏകാധിപതികളായ നേതാക്കന്മാർ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലെല്ലാം വെച്ചുകൊണ്ട്, പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വെച്ചുകൊണ്ട്, പുതിയ ടെക്നോളജി വെച്ചുകൊണ്ട് അവർ വീണ്ടും ഈ ചരിത്രത്തെ തമസ്കരിക്കാനും ആശയങ്ങളെ ഇല്ലാതാക്കാനും
ഈ പുതിയ ആശയങ്ങൾ അവരുണ്ടാക്കുന്ന ചില നറേറ്റീവ്, അവരുടെ സ്ഥലങ്ങളിൽ, അവരുടെ കേന്ദ്രങ്ങളിൽ അവരുണ്ടാക്കുന്ന ചില നറേറ്റീവുകൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കൂടി നടത്തുന്ന ശ്രമമാണ്. നമ്മൾ അറിയുന്നില്ല പലപ്പോഴും. ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരം നമ്മൾ മാത്രമേ ഇത് കാണുന്നുള്ളതാണ്. നമുക്കിഷ്ടപ്പെട്ട സിനിമ ഏതാണ്, നമുക്കിഷ്ടപ്പെട്ട മ്യൂസിക് എന്താണ്, നമുക്കിഷ്ടപ്പെട്ട ഫിലിം ആക്ടർ ആരാണ്, ഫിലിം ആക്ട്രസ് ആരാണ്, നമുക്കിഷ്ടപ്പെട്ട ഫുഡ് എന്താണ് എന്ന് ഇത് നിരീക്ഷിക്കുന്നുണ്ട്. പുറത്തു നിന്ന് ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മളറിയാതെ നമുക്കിഷ്ടപ്പെട്ട മീഡിയത്തിലൂടെ അവർക്കിഷ്ടപ്പെട്ട താല്പര്യങ്ങൾ നമുക്ക് മീഡിയ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് ഈ പുതിയ കാലത്ത്. അതുകൂടി ഈ കയ്യേറ്റം എന്ന് പറഞ്ഞത്, ഈ ചരിത്രത്തിന്മേലുള്ള കയ്യേറ്റം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും കൂടുതൽ ചരിത്രത്തിന്റെ മീതെയുള്ള കയ്യേറ്റം നടക്കുന്നത്. യൂണിവേഴ്സിറ്റികളിലൊന്നല്ല. നമ്മളൊക്കെ ആദ്യം തെറ്റിദ്ധരിച്ച് യൂണിവേഴ്സിറ്റികളിലാണ് ഇത് നടക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൽ വി ഡി സാറ് അവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കെ പി അപ്പൻ മുന്നേ നടന്നൊരു സമരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് ഗാന്ധിയന്മാർ പോലും ഗാന്ധിയെ കയ്യടിയുന്ന ഒരു കാലമാണെന്നാണ്. ഒരു ഇസമായിട്ടത് മാറുന്നു. യഥാർത്ഥത്തിൽ ഗാന്ധി എന്ന് പറയുന്നത് ബഹുതല സ്പർശിയായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയം മാത്രമല്ല, സാംസ്കാരികം, സാമൂഹികം, മതം, ആത്മീയം, അങ്ങനെ പല തലങ്ങളിലൂടെ കടന്നു പോവുകയും ആ വിഷയത്തിലൊക്കെ തൻ്റെ നിലപാടുകൾ പറയുകയും ചെയ്ത ഒരാളാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം പോലും നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ഈ പാരമ്പര്യമായി എല്ലാവരും നമ്മളിപ്പോൾ ഈ കാലത്ത് ഈ അലോപ്പതിക്കെതിരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ വിമർശങ്ങൾ ഉയരുന്ന ഒരു കാലമാണ്. അതേസമയത്ത് ഈ അലോപ്പതി എന്ന് പറയാൻ ആധുനിക വൈദ്യശാസ്ത്രത്തെ തന്നെയാണോ അവലംബിക്കേണ്ടത് എന്ന കാര്യത്തിൽ പോലും ഗാന്ധിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രകൃതി ചികിത്സകളെ വല്ലാതെ ആശ്രയിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു.
പക്ഷേ നമ്മൾ ഈ ഗാന്ധിയൻ പാഠങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും ഇങ്ങനെ പറയുകയും പല വേദികളിലും നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഇസമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാന്ധിയന്മാർ മാത്രമാണോ ഗാന്ധിസത്തെ പിന്തുടരേണ്ടത്, ഗാന്ധിയൻ മൂല്യങ്ങളെ പിന്തുടരേണ്ടത് എന്നൊരു പ്രശ്നം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, നമുക്ക് ഈ ഗാന്ധിയെ ഒരു ജീവിത പദ്ധതി ആയി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ വി ഡി സാറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ പിന്തുടർച്ച അവകാശപ്പെടുന്നത് തീർച്ചയായും കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് പോലും നമുക്കൊരു ഗാന്ധിയെ അവതരിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? എത്രത്തോളം ഈ ഗാന്ധിയൻ മൂല്യങ്ങളെ സമൂഹത്തിനകത്ത് പ്രസരിപ്പിക്കുന്നതിലൊക്കെ അങ്ങയുടെ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വിജയിക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രതിരോധം മാത്രമായിട്ടല്ലേ ഗാന്ധി അവതരിപ്പിക്കുന്നത്? അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് പോലും ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ തിന്മകൾക്കെതിരായ ഒരു പ്രതിരോധമാണ് ഗാന്ധി എന്നാണ് നമ്മുടെ ഈ പ്രമേയത്തിൽ പോലും അതുണ്ട്. നമ്മൾ ഈ പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഗാന്ധി വായനകളും ഗാന്ധി ജീവിതവും ഒക്കെ നമുക്കിടയിൽ സാധ്യമാവുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് അതിപ്പം നമ്മളൊരു ചില വ്യക്തികളെ വിഗ്രഹവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമം പോലെ അല്ല ഗാന്ധിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഗാന്ധി അങ്ങനെ പൂർണ്ണമായി അനുകരിക്കപ്പെടേണ്ട ഒരാളല്ല. ഗാന്ധി വിമർശനത്തിനും അതീതനല്ല. പക്ഷെ ഗാന്ധി ഒരു ആശയം. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷതകളിൽ നിന്നും ആണ് ആ ആശയം രൂപപ്പെട്ടു വന്നത്. അതിനൊരു ഇന്ത്യൻ പശ്ചാത്തലമുണ്ട്. ഞാൻ ലോകത്ത് അതിന് പ്രസക്തിയില്ല എന്നുള്ളതല്ല പറയും. ഇന്ത്യൻ പശ്ചാത്തലം അതിന് വളരെ വലുതായിട്ടുണ്ട്. ഈ ലോകത്തെല്ലാ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ എല്ലാ സ്ഥലത്തും അത് ആപ്ലിക്കബിളാണ്. വൈവിധ്യങ്ങളെ എങ്ങനെ ഏകോപിപ്പിച്ച് നിർത്താം എന്നതിൻ്റെ ഒരു ഗൈഡാണ് ഗാന്ധി. നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരാളാണ്. ആ വഴികൾ കൃത്യമായി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ്. ആ ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്ന് ഉയർന്ന ജനാധിപത്യ ബോധമാണ്, ഇല്ലേ? ആ ഉയർന്ന ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് നമ്മളെ എതിർക്കുന്നവരെ പോലും നമ്മൾ അംഗീകരിക്കുകയും എതിർക്കുന്നവരുടെ ആശയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യാണ്. അപ്പം നമ്മൾ പറയുന്നത് മുഴുവൻ ഇതാണ് ശരി, വേറൊന്നും ശരിയല്ല എന്ന് പറയുന്നതാണ് ഒരു അതോറിറ്റേറിയൻ ഇതിലേക്ക് പോകുന്നത്. മറിച്ച് നമ്മളോട് മുഖം നോക്കി ഇതൊന്ന് തിരുത്തണം, ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിൽ കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കി അതിനെ കൂടി സ്വീകരിച്ച് നമ്മുടെ ഈ ആശയത്തെ നമ്മൾ കറക്റ്റ് ചെയ്യുക. അതാണ് ജനാധിപത്യത്തിലെ ഈ ഡയലോഗ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ആശയവും പ്രത്യയശാസ്ത്രവും ഈ ഗാന്ധിയൻ നെഹ്റുവിയൻ ആശയങ്ങളിൽ നിന്ന് തന്നെയാണ് അതിന്റെ അടിത്തറ. അത് എവിടെ കോൺഗ്രസ് അത് നഷ്ടപ്പെടുത്തിയാൽ വേറെ പ്രശ്നമൊന്നുമില്ല, കോൺഗ്രസ് ഇല്ലാതാവും, കോൺഗ്രസിന്റെ പ്രസക്തി ഇല്ലാതാവും. ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് പ്രതിരോധമായിട്ടാണോ ഗാന്ധിയൻ ആശയത്തെ നെഹ്റുവിയൻ ആശയങ്ങളെ ഉപയോഗിക്കുന്നതോ അതോ കുന്തമുനയായിട്ടാണോ അത് ഉപയോഗിക്കുന്നത് എന്ന് ഓരോ അവസരങ്ങൾ പോലെയാണ്. ചില സമയത്ത് അത് പ്രതിരോധത്തിന്റെ മതിലായി മാറും, ഗാന്ധി എന്ന് പറയുന്നതും നെഹ്റു എന്ന് പറയുന്നതും. ചില സമയത്ത് അത് ഇത്തരം ശക്തികൾ, അതിനെ എതിർക്കുന്ന, നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിന്റെ കുന്തമുനയായി അത് മാറും, അത് മാറുന്നുണ്ട്. അത് ആ കോൺഗ്രസ് അത് കൈവിട്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ സിമ്പലാണ് രാഹുൽ ഗാന്ധി. കാരണം നിരന്തരമായ പോരാട്ടമാണ്, നോ കോംപ്രമൈസ്. കോംപ്രമൈസ് ചെയ്യത്തില്ല. എവിടെയാണ് കോംപ്രമൈസ് ചെയ്യാത്തത്? ആശയങ്ങളിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. നിങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തോട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. നിങ്ങളുടെ ഹെയ്റ്റ് ക്യാമ്പയിനാണ് നിങ്ങൾ നടത്തുന്നത്, നിങ്ങൾ വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതാണ് ഭാരത് ജോഡോ. ആ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്തിനാ? ഭിന്നിപ്പിക്കാൻ, ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ. ആ ഭിന്നിപ്പിക്കാൻ ഉള്ള ആ ശക്തികളുടെ ശ്രമത്തിനെതിരായ ഗാന്ധിയൻ നെഹ്റുവിയൻ ആശയത്തിൽ ഊന്നിയ മറുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഭാരത് ജോഡോ എന്ന് പറയുന്നത്. അത് വെള്ളം ചേർക്കാതെ ഒരു തരത്തിലുള്ള ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഈ ആശയങ്ങളിൽ വെള്ളം ചേർക്കുന്ന ഒരു അവസരമാണ്. കാരണം ജയിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജയിക്കാൻ വേണ്ടി ആശയങ്ങളിൽ വെള്ളം ചേർക്കുകയും താൽക്കാലികമായ കോംപ്രമൈസുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നില്ല, കോൺഗ്രസ് ചെയ്യില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന
ആ മൂവ്മെന്റിൽ ഇത്തരം പ്രവണതകളുമായോ ഇത്തരം ശക്തികളുമായിട്ടോ നോ കോംപ്രമൈസാണ്. അത് ഗാന്ധി അങ്ങനെയായിരുന്നു. ഗാന്ധി ഫ്ലെക്സിബിൾ ആയിരുന്നു. പക്ഷേ ആശയങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. ഞാൻ കരുതുന്നത് ഇക്കാലത്ത് കോൺഗ്രസ് ആശയങ്ങളിൽ മുറുകെ പിടിക്കുകയും കോൺഗ്രസ് അധികാരത്തിലല്ല ഉള്ളതെങ്കിൽ പോലും കോൺഗ്രസിന് തണലേകുന്നത്, അധികാര ഇല്ലായ്മയുടെ വെയിലത്താണ് കോൺഗ്രസ് നിൽക്കുന്നത്. കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അധികാരമില്ലായ്മയുടെ ഒരു പൊരിവെയിലുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീശുന്ന ചൂടല്ല, ഒരു വല്ലാത്ത ചൂടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പൊരിവെയിലത്ത് നിൽക്കുന്നത് അധികാരമില്ലായ്മയുടെ ആ പൊരിവെയിലത്ത് നിൽക്കുമ്പോഴും ഇപ്പോൾ ഈ മരങ്ങൾ നമുക്ക് തണല് തരുന്നത് പോലെ കോൺഗ്രസിന് ഇപ്പം ഈ നമ്മുടെ ഈ സ്റ്റേജിൽ ഈ മരങ്ങൾ നമ്മുടെ ചൂടിനെ കുറച്ചു കൊണ്ടുവരുന്നത് പോലെ ഗാന്ധിയും നെഹ്റുവിൻ്റെയും ആശയങ്ങൾ തണലാണ് കോൺഗ്രസ് നൽകുന്നത്. ആ തണൽ ഉള്ളതുകൊണ്ടാണ് ഈ പോരാട്ടത്തിന് കരുത്തു കൂടുന്നത്. അത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഇപ്പം മതേതര നിലപാട്, സെക്യുലർ നിലപാട്, നോ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസും ഇല്ല. ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരായി പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അത് അധികാരമല്ല. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ പോലും അധികാരം പ്രധാനപ്പെട്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്. പക്ഷെ അധികാരത്തെക്കാൾ പ്രധാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഗീയതയെ രാജ്യത്തിന്റെ ആറടി മുന്നിൽ കുഴിച്ചു മൂടുക എന്നത്. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി, ഒരു സംശയവും വേണ്ട. പിന്നെ വിമർശകർക്ക് പറയാം അങ്ങനെ പോകുന്നു, ഗാന്ധിയെ മറന്നുപോയി. ഗാന്ധിയൊന്നും കോൺഗ്രസ് മറന്നിട്ടില്ല, മറക്കാൻ പറ്റില്ല. മറന്നാൽ കോൺഗ്രസ് ഉണ്ടാവില്ല, പ്രസക്തിയില്ല. പിന്നെ പ്രസക്തിയില്ല. പിന്നെ എന്താ ആശയത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്? ഈ ആശയമാണ് വഴികാട്ടി. അത് വെറുതെ വിമർശകർ ഇടയ്ക്ക് പറയുന്നതാണ്. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നതാണ്. ഇപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഈ പറയുന്ന ശക്തികൾ പുതിയ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എങ്കിലും അവർ പരസ്യമായി ഗാന്ധിയെ തള്ളിപ്പറയാനുള്ള ധൈര്യമില്ല. അവരാരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്? 4ാം കട 5ാം കട നിൽക്കുന്ന ആളുകളെ കൊണ്ട് ഗാന്ധി ചിത്രത്തിന് നേരെ വെടിവെപ്പിക്കുകയും ഗാന്ധിയെക്കുറിച്ച് അപഹസിച്ച് പറയിപ്പിക്കുകയും ചെയ്യും. പക്ഷെ മുകളിലിരിക്കുന്ന ആളുകൾ ഗാന്ധി ഭക്തരായി ചമയുകയും ചെയ്യും. കാരണം ഗാന്ധിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണമെന്ന് ഉറക്കെ പറയാൻ ഉള്ള ശക്തി, ത്രാണി ഇപ്പോഴും അവർക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് ഗാന്ധിയെയും നെഹ്റുവിനെയും പേടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരുപക്ഷെ പലപ്പോഴായി ചർച്ചകളിൽ വന്ന ആൾ ജവഹർലാൽ നെഹ്റുവാണ്. എന്ത് സംഭവിച്ചാലും അത് എന്തെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം നടന്നാൽ അത് നെഹ്റുവിൻ്റെ കുറ്റമാണ് എന്ന് പറയുന്ന നെഹ്റുവിനെ ആ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുള്ള പതിറ്റാണ്ടാണ് കടന്നുപോയിട്ടുള്ളത്. എന്തുകൊണ്ട് നെഹ്റു ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നത് നമുക്ക് നെഹ്റുവിയൻ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിക്കുകയും ഹിന്ദുത്വയുടെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് സംഘപരിവാറൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളുടെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയും ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രഭാഷണങ്ങൾ, ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയമായി തന്നെ പാർട്ടിയിൽ നടത്തിയിട്ടുള്ള വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇതിനൊരു സമാന്തരമായി വായിക്കേണ്ട ഒരു സംഗതി, ഇപ്പുറത്ത് സർദാർ വല്ലഭായ് പട്ടേലുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിനെ ഹിന്ദുത്വ ശക്തികൾ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് നെഹ്റുവിനെ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തുന്നു, നെഹ്റുവിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പറയാൻ രണ്ടുപേരും കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. ഒരാൾ പ്രധാനമന്ത്രിയായിരുന്നു, മറ്റൊരാൾ ആഭ്യന്തരമന്ത്രിയായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തന പദ്ധതികളൊക്കെ രൂപപ്പെടുത്തിയതിൽ രണ്ടുപേരും വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നെഹ്റുവിനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞാൽ നെഹ്റുവിയൻ ഓർമ്മകളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയും നെഹ്റുവിലേക്ക് കുറ്റം ചാർത്തുകയും അതേസമയത്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുക്കാനുള്ള വലിയ താല്പര്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് അധികാരത്തിലിരിക്കുന്നത്. അത് ദീർഘകാലത്തെ ഒരു പദ്ധതി കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പദ്ധതിയുടെ ഇങ്ങേ തലക്കിൽ ഇപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരെ കൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു. കോൺഗ്രസിൻ്റെ AICCയുടെ മലയാളിയായ ഏക പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പോലും ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അവതരിപ്പിക്കേണ്ട രൂപത്തിൽ ചരിത്രത്തെ അവതരിപ്പിക്കാതെ, നെഹ്റുവിനെ അവതരിപ്പിക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും മറുഭാഗത്ത് ആ പാർട്ടിയിൽ തന്നെയുള്ള ആളുകളെ അല്ലെങ്കിൽ നെഹ്റുവിയൻ ധാര പിന്തുടർന്ന ആളുകളെ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായും സാംസ്കാരികമായും പ്രതിരോധിക്കാൻ കഴിയുക? പിന്നെ അതൊരു വിഷയമുള്ളത്,
എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കിയൊരു, എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം നിലനിന്നത് ആ കാലത്ത്? ദേശീയതയായിരുന്നു, നാഷണലിസം അല്ലേ? ദേശീയത ഒരു വികാരമായിട്ട് നിന്നു. ഇന്ന് ആ നാഷണലിസത്തെ വേറെ തരത്തിൽ വളച്ചൊടിക്കുകയാണ്. ഇപ്പോഴത്തെ ദേശീയതയും അന്നത്തെ ദേശീയതയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അന്നത്തെ ദേശീയത ഒരു വികാരമാണ്. രാജ്യത്തിൻ്റെ വളർച്ച, രാജ്യത്തിൻ്റെ ഉയർച്ച, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, രാജ്യത്തെ വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കണം, നമുക്കൊരു സ്വാതന്ത്ര്യം വേണം, നമുക്ക് ജനാധിപത്യം വേണം, നമുക്ക് ഈ കൊളോണിയലിസത്തെ ഇല്ലാതാക്കണം, രാജ്യം മുഴുവൻ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള വികാരമാണ്. ഇന്നെന്താ? ഇന്ന് ഹൈപ്പർ നാഷണലിസമാണ്. അധികാരം പിടിച്ചെടുക്കാനും അധികാരം നിലനിർത്താനും ഈ ദേശീയതയെ അവർ അതിതീവ്ര ദേശീയതയാക്കി മാറ്റുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിൽ ഗുജറാത്തി പ്രൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഉരുക്കു മനുഷ്യൻ എന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന ആ മനുഷ്യനെ ഏറ്റെടുക്കാൻ ഇവർ ശ്രമം നടത്തുന്നു. അത് പട്ടേൽ ഒരു കാലഘട്ടത്തിലും ഇത്തരം ശക്തികളുമായി കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരാളല്ല. ഇവർക്കെതിരായിട്ടുള്ള പോരാടിയിട്ടുള്ള ആളാണ്. പട്ടേലിൻ്റെ ജീവചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്തരം ശക്തികളുമായി അദ്ദേഹം ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അവരുമായി പോരാടിയിട്ടുള്ള ആളാണ്. അപ്പം നെഹ്റുവിനെ ചെറുതാക്കാനാണ് ഈ പട്ടേലിനെ ഉയർത്തി. പട്ടേലിനോടുള്ള സ്നേഹം കൊണ്ടല്ല, പട്ടേലിനെ കൊണ്ട് ഗുജറാത്തിൽ ചെയ്തത് ഒരു ഗുജറാത്തി പ്രൈഡ് ഉണ്ടാക്കി അതിൽ നിന്ന് ക്യാഷ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ഹൈപ്പർ നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് നോക്കി. പക്ഷെ നെഹ്റുവിനെ കൊച്ചാക്കുക എന്നതാണ്. നെഹ്റുവിൻ്റെ പൊസിഷനുണ്ട്. പട്ടേൽ സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനും വഹിച്ച റോളുകളുണ്ട്. അതിപ്പോൾ അവർ വിചാരിച്ചാൽ അവരുടെ ആളായി പട്ടേൽ മാറില്ല. നെഹ്റുവിനെ അവർ ഭയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധിയെ ഭയപ്പെടുന്നത് പോലെ നെഹ്റുവിനെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ വിഭജനത്തിൻ്റെ കാലത്ത് ഒരു ദിവസം പ്രധാനമന്ത്രിക്ക് ഒരു ഫോൺ കിട്ടുകയാണ്. എന്താണ്? ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി തല്ലി തകർക്കാൻ, കത്തിക്കാൻ ഒരു സംഘം അക്രമികൾ പുറപ്പെട്ടിട്ടുണ്ടെന്നാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രധാനമന്ത്രി നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലേക്കാണ് പോയത്. കൈകളിൽ തീപ്പന്തങ്ങളുമായി യൂണിവേഴ്സിറ്റി കത്തിക്കാൻ വന്ന അക്രമികൾ അവർ കണ്ട് ഞെട്ടി. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുമ്പിൽ നിന്ന് ഇവരോട് ആക്രോശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടുത്തു പോകരുത് എന്ന് പറഞ്ഞു. ഞാൻ അത് വായിച്ച് ഞാൻ കൂരിത്തിരിച്ചിട്ടുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പോലീസിന്റെ അകമ്പടിയില്ലാതെ, പട്ടാളത്തിന്റെ അകമ്പടിയില്ലാതെ ഒരു രാത്രി മുഴുവൻ ഒരു സർവകലാശാല, ജാമിയ മില്ലിയ സർവകലാശാല മാത്രമല്ല, അത് ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി അതിന് കാവലിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അത് കൊടുത്ത മെസ്സേജ് എന്താണ് രാജ്യത്തോട്? അത് കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളതിനെ കാത്തു സൂക്ഷിക്കണം എന്ന് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോടൊരു മെസ്സേജ് കൊടുത്ത ഒരാളാണ് അല്ലേ? ആ മെസ്സേജാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ആ മെസ്സേജ് എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന മെസ്സേജ് ഇവർ ഭിന്നിപ്പിക്കാനാണ് ഇവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. ആ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ ഒന്നിപ്പിക്കാനുള്ള, ചേർത്ത് നിർത്താനുള്ള ആ മൂവ്മെൻ്റാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമേയങ്ങൾ, രാഷ്ട്രീയ പ്രമേയങ്ങൾ, സാമ്പത്തിക പ്രമേയങ്ങൾ, നെഹ്റുവിൻ്റെ പ്രസംഗങ്ങൾ, ഞാനെല്ലാം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം സംസാരിക്കുന്നത്, അത് പറയുന്നത്, അതിലെല്ലാം ഈ ആശയം വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ രാഷ്ട്രീയ നേതാവോ ആയിരുന്നില്ലെങ്കിൽ നോബൽ സമ്മാനിതനായ വരുന്ന ഒരു എഴുത്തുകാരനാകേണ്ടിയിരുന്ന ആളാണ് പണ്ഡിറ്റ് നെഹ്റു. അത്രമാത്രം വിശാലമായ ആശയങ്ങളെയും ആശയങ്ങളെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിൽ പവർ ഉണ്ടായിരുന്ന ഒരാളാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ ആയിരുന്നില്ലെങ്കിൽ ഇന്ത്യ എവിടെ എത്തുമായിരുന്നു? ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം പ്ലാനിങ്, ആ പ്ലാനിങ് എന്ന് പറയുന്നതിൽ ഒരു ജനാധിപത്യമുണ്ട്, അതിലൊരു നിഷ്പക്ഷത ഇല്ലായ്മയുണ്ട്. എന്താ നിഷ്പക്ഷത ഇല്ലായ്മ? പക്ഷം പിടിക്കുന്ന ഒന്നാണ് പ്ലാനിങ്. ആരുടെ പക്ഷം പിടിക്കുന്നത്? അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെയും സൈഡ് പിടിക്കുന്നതാണ്. പ്ലാനിങ്ങിൽ ഒരു ജനാധിപത്യമുണ്ട്. പ്ലാനിങ്ങിൻ്റെ ഇതെന്താ? ആർക്കാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്? കൃഷിക്കാണോ, ആരോഗ്യത്തിനാണോ, വിദ്യാഭ്യാസത്തിനാണോ, വ്യവസായത്തിനാണോ? പിന്നോക്ക പ്രദേശത്തിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? 10% SCക്ക്, പട്ടികജാതിക്കാർക്ക് നീക്കിവെക്കണം. 2% പട്ടികവർഗക്കാർക്ക് നീക്കിവെക്കണം. പിന്നോക്ക വിഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം.
സാമൂഹ്യമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി സ്കോളർഷിപ്പ് കൊടുത്ത്, സംവരണം കൊടുത്ത് അവരെ ചേർത്ത് നിർത്തണം. പ്ലാനിങ്ങിൽ ഒരു ജനാധിപത്യ ബോധവും രാജ്യത്തെ പിൻനിരയിൽ നിൽക്കുന്ന ജനങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. ഇവർ തകർത്തത് പ്ലാനിങ് ഇല്ലാതാക്കി, എന്നിട്ട് പ്രോജക്റ്റിലേക്ക് പോയി. അത് നെഹ്റുവിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണ്, വലിയ യാത്രയാണത്. പ്ലാനിങ് ഇല്ലാതാക്കി. പ്ലാനിങ് ഇല്ല, പ്രോജക്റ്റാണ്. പ്രോജക്റ്റിന്റെ അട്രാക്ഷൻ എന്താ? പ്രോജക്റ്റിന്റെ അട്രാക്ഷൻ മറ്റേത് മാത്രമാണ്, ചില്ലറ മാത്രമാണ്. അല്ലാതെ പ്രോജക്റ്റ് കൊണ്ടുവരുന്നവനാണ് പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. നടപ്പാക്കുന്ന കോർപ്പറേറ്റാണ് പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അവന്റെ താല്പര്യമാണ് പ്രോജക്റ്റ്, രാജ്യത്തിന്റെ താല്പര്യമല്ല. പ്ലാനിങ്ങിൽ നിന്ന് പ്രോജക്റ്റിലേക്കുള്ള മാറ്റമാണ് ഈ നെഹ്റുവിൽ നിന്നുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒളിച്ചോട്ടമായി എന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. മുൻഗണനകളില്ലാതായി. മറ്റത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മുൻഗണനകളാണ്. ആ മുൻഗണന ഇല്ലാതായി. അതുകൊണ്ടാണ് കേരളത്തിൽ പോലും പ്ലാനിങ്ങിന്റെ പ്ലാൻ കട്ടാണ്. പ്ലാൻ അതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് കിഫ്ബി പോലുള്ള പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. ഉദാഹരണം 30,000 കോടി രൂപയാണ് കിഫ്ബിക്ക് വേണ്ടി ചെലവാക്കിയത്. അത് നമ്മുടെ സഞ്ചിത നിധിയിൽ നിന്നാണ് ചെലവാക്കിയിരുന്നെങ്കിൽ 10% പട്ടികജാതിക്കാർക്ക് കിട്ടുമായിരുന്നു. 3,000 കോടി. ഇപ്പം 30,000 കോടി കിഫ്ബിക്ക് കൊടുത്തപ്പോൾ പട്ടികജാതിക്കാർക്ക് 3,000 കോടി കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയത് 81 കോടി. അവരുടെ പണമാണ് പോയത്. പ്ലാനിങ്ങിൽ നിന്ന് പ്രോജക്റ്റിലേക്കുള്ള ഷിഫ്റ്റാണ്. അപ്പോൾ പലതരത്തിലാണ്. ആശയപരമായിട്ട് മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്ന അടിത്തറയാണ്, രാജ്യത്തിന്റെ അടിത്തറയാണ്. അത് കോൺഗ്രസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടപ്പോഴാണ് എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ നെഹ്റുവിൽ നിന്ന് പോകുന്നു, ഗാന്ധിയിൽ നിന്ന് പോകുന്നു. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു നല്ല ചോദ്യമാണത്. അപ്പം ഞാനത് ശ്രദ്ധിക്കാറുള്ള ഒരാളാണ്. 91കളുടെ തുടക്കത്തിലാണ് ആ മാറ്റം. അത് ലോകം മാറി, ഗ്ലോബൽ പ്രഷറാണ്. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. സാമ്പത്തികമായി കുറേ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മളെന്താ ചെയ്തത്? പുതിയ എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്ന് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ നേട്ടം എന്താ? നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു, പണം ഉണ്ടാക്കി, ധനം ഉണ്ടാക്കി. നമ്മുടെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു. നമ്മുടെ എക്സൈസ് ഡ്യൂട്ടിയും നമ്മുടെ ഇൻകം ടാക്സും ഒക്കെ കൂടി, ഖജനാവിൽ പണം ഉണ്ടായി. അപ്പോഴാണ് പ്രധാനപ്പെട്ട ചോദ്യം, ആ പണം എന്ത് ചെയ്തു? അവിടെയാണ് ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. അതാണ് നെഹ്റുവിയൻ ആശയങ്ങളിൽ, ഗാന്ധിയൻ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ചെയ്തത് എന്താ? കോൺഗ്രസിന്റെ കാലത്തും മൻമോഹൻ സിംഗിന്റെ കാലത്തും വരെ നിരവധി തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കി പാർലമെന്റിൽ. നിരവധി ബോണസ് ആക്ടിവിറ്റി ഇങ്ങോട്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിവിറ്റി ഇങ്ങോട്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു നിയമം തൊഴിലാളികൾക്ക് വേണ്ടി അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടോ? തൊഴിലാളികൾക്ക് വേണ്ടി അല്ലാതെ, ഫോർ ദി വെൽഫെയർ ഓഫ് ദി ലേബർ, തൊഴിലാളി ക്ഷേമ താല്പര്യം ഇല്ലാത്ത ഒറ്റ തൊഴിൽ നിയമവും ഞങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ തൊഴിൽ നിയമങ്ങളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന തൊഴിൽ നിയമങ്ങളാണ്. വളരെ നഷ്ടത്തിൽ പോകുന്ന, രാജ്യത്തിന്റെ ധനം മുഴുവൻ കാർന്നു തിന്നുന്ന ചില പബ്ലിക് സെക്ടറുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്, ഒരു സംശയമില്ല. ബാക്കി പബ്ലിക് സെക്ടറുകൾ നിലനിൽക്കാൻ കൂടി ആവശ്യമായിരുന്നത്. എല്ലാ പബ്ലിക് സെക്ടറും കൂടി നശിച്ചുപോയി, അതൊരു വെള്ളാനയായി മാറിയാലോ? അതിവിടുത്തെ ചില തൽപര കക്ഷികൾ നടത്തുന്ന പ്രചരണം മാത്രമാണ്. എന്നിട്ടിപ്പോ പറയുന്ന അവർ പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ടല്ലോ. അതിനെ വിമർശിക്കുന്ന ആളുകൾ ഇപ്പൊ അതിന്റെ മുൻനിരയിലാണല്ലോ നിൽക്കുന്നത്. എല്ലാ കാര്യത്തിലും പ്രൈവറ്റൈസ് ചെയ്യുന്നതിൽ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ ആളുകളാണ് ഇതിനെ വിമർശിച്ചത്. അവരെടുക്കുന്നത് ഇപ്പൊ അതിതീവ്ര വലതുപക്ഷ നിലപാടാണ്. ഞങ്ങൾ ആ ആശയത്തിൽ നിന്നും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ നിന്നും ഞങ്ങളുടെ പ്രയോറിറ്റിയിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും മാറിപ്പോയിട്ടില്ല, പോവില്ല. അല്ല, ഈ സ്വകാര്യ നിക്ഷേപം ഇപ്പോൾ ലാസ്റ്റ് VD സാറ് പൊളിറ്റിക്കൽ കമന്റ് കൂടിയാണ് കേട്ടോ നടത്തിയത്. ഞാൻ അതിനെ പ്രതിരോധിക്കേണ്ട ഒരാളല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഈ സ്വകാര്യ നിക്ഷേപങ്ങൾ വരുന്നതിനോടല്ല, പക്ഷേ ആ സ്വകാര്യ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ കടന്നു വരുന്നതിനോടാണ് യഥാർത്ഥത്തിൽ വലിയ വിയോജിപ്പുണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ചർച്ചയിൽ ആസാദ് കൂടി ഈ ചർച്ചയുടെ ഭാഗമാണെന്നുകൊണ്ട് ഈ ഗാന്ധി ആസാദ് ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, ഗാന്ധി കൊല്ലപ്പെടുന്ന ദിവസം ജനുവരി 30 അന്ന് രാവിലെ ആസാദ് വന്ന് ഗാന്ധിയെ കാണുന്നുണ്ട്. 1 മണിക്കൂറോളം സംസാരിക്കുന്നു. എന്നിട്ട് സംസാരിച്ച് തീരാനിട്ട് ഞാൻ വൈകുന്നേരം വീണ്ടും വരാം എന്ന് പറഞ്ഞാൽ പോകുന്നത്. വൈകുന്നേരം വരുമ്പോഴാണ് അദ്ദേഹം ഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് ആ സ്ഥലത്ത് ആസാദ് വന്നു ചേരുന്നുണ്ട്. ആസാദ് പല അർത്ഥത്തിൽ ഒരു ഖുർആൻ വ്യാഖ്യാനം ഉൾപ്പെടെ എഴുതിയിട്ടുള്ള ഇസ്ലാമിക വിഷയങ്ങളിൽ അറിവുണ്ടായിരുന്ന ആളാണ്.
അതേപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ, അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ വലിയ അറിവുണ്ടായിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം പ്രാതിനിധ്യങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിസഭയിൽ വന്നു എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതേസമയം ഒരു മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ കൂടി ആളായി നമുക്ക് ആസാദിനെ വായിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നം, നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കാലഘട്ടത്തിലും പാർലമെൻറ്റിൽ മുസ്ലിം എം പിമാരുണ്ടാകാറുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മുസ്ലിം എം പിമാരുടെ, അഥവാ മുസ്ലിം എം പിമാർ എന്ന് ഞാൻ പറയുന്നത് ഈ പ്രാതിനിധ്യം ഒരു പ്രശ്നം തന്നെയാണല്ലോ, സാമുദായിക പ്രാതിനിധ്യം. ഈ സാമുദായികത പറയുന്ന മുഴുവൻ വർഗീയതയാണ് എന്നും ആരും കരുതാനിടയില്ല. അപ്പോൾ ഈ സാമുദായിക പ്രാതിനിധ്യം എന്നതൊരു വലിയ പ്രശ്നമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇനി മറുഭാഗത്ത് ഈ മുസ്ലിങ്ങൾക്കെതിരായ വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല കേട്ടോ, ക്രൈസ്തവർക്കെതിരെ മണിപ്പൂരിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അനുമതി നിഷേധിക്കപ്പെടുന്നു, ചർച്ചകൾ ആക്രമിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുണ്ട്. ഇതേപോലെ തന്നെ ഇതിനേക്കാൾ തീവ്രമായിട്ട് മുസ്ലിം സമുദായത്തിനെതിരായ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യത്തിൽ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി മാത്രമേ എണ്ണാറുള്ളൂ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന്. ഈ കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ അനധികൃത കയ്യേറ്റം എന്നും മറ്റും പറഞ്ഞിട്ട് എത്രയേറെ പള്ളികളാണ് തകർക്കപ്പെട്ടത്. വളരെ രസകരമായൊരു കാര്യം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 75 വർഷമായിട്ടേ ഉള്ളൂ. 500 വർഷം പഴക്കമുള്ള പള്ളി അനധികൃത ഭൂമിയിലാണെന്ന് പറഞ്ഞിട്ട് തകർത്ത് കളയാണ് ചെയ്യുന്നത്. മദ്രസകൾ തകർക്കുന്നു, മതസ്ഥാപനങ്ങൾക്കെതിരെ വലിയ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ കയ്യേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായി മുസ്ലിം സമുദായത്തോട് കൂടുതൽ ഐക്യപ്പെടേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഒടുവിൽ പെഹൽഗാമിൽ നടന്ന സംഭവം പറയാം. പെഹൽഗാമിൽ നടന്ന സംഭവത്തിൻ്റെ പേരിൽ പോലും മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കാനും വലിയ രീതിയിൽ ആ സമുദായത്തെ തീവ്രവാദവൽക്കരിക്കാനും ഒക്കെയുള്ള ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം സമുദായത്തിന് വലിയ പിന്തുണ ലഭിക്കേണ്ട കാലമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വി ഡി സാറിൻ്റെ കൂടി കോൺഗ്രസ് പാർട്ടിയെ കൂടി മുന്നിൽ വെച്ചാണ് പറയുന്നത്. തീർച്ചയായും മുസ്ലിങ്ങൾ കൂടുതൽ പ്രാതിനിധ്യം അർഹിക്കുകയും മുസ്ലിങ്ങളോട് കൂടുതൽ ഐക്യപ്പെട്ട് നിൽക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി മാത്രമല്ല, മറ്റ് ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസങ്ങൾ പുറത്തുന്ന എല്ലാ പാർട്ടികളും സന്നദ്ധമാകേണ്ടുന്ന ഒരു കാലമാണ്. പക്ഷെ ആ രീതിയിൽ മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കാൻ, ഞാൻ കോൺഗ്രസിനെ മാത്രം ഉദ്ദേശിച്ചല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ ചേർത്ത് പിടിക്കാൻ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയുന്നുണ്ടോ? കഴിയേണ്ടതല്ലേ? കേരളത്തെ സംബന്ധിച്ച് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം. കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപം ഞങ്ങൾ അമിതമായ പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് എതിരാളികളെ ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത്. മനസ്സിലായില്ല? അല്ല, ഞാൻ പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഇപ്പോൾ ആസാദ് എന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിലേ പറയും, ഇവർ 3 പേരും ഒരു സിമ്പിളാണ്. ആസാദ് എന്ന് പറയുന്നത് 2-3 ആംഗിളിലുണ്ട്. അദ്ദേഹം ഒരു ഇസ്ലാമിക് സ്കോളർ മാത്രമല്ല, സ്കോളറായിരുന്നു എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് നേതൃത്വം കൊടുക്കാനും വലിയ ആശയങ്ങൾ പ്രാഗൽഭ്യത്തിലാകാനുമുള്ള വലിയ റോളായിരുന്നു അദ്ദേഹത്തിന് ഫസ്റ്റ് ഗവൺമെന്റിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അതേ അവസരത്തിൽ തന്നെ എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം, മൈനോറിറ്റിയെ ഏറ്റവും കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജായിരുന്നു. അത് കോൺഗ്രസ് അധികാരത്തിലുള്ള സമയത്തെല്ലാം അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല, ഒരു മൈനോറിറ്റിക്കും ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ക്രൈസ്തവർക്കും ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഒരു മൈനോറിറ്റിക്കും ഒരു ഇൻസെക്യൂരിറ്റി കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഇൻസെക്യൂരിറ്റി ഉണ്ടായതെന്നാണ്, ഇൻസെക്യൂരിറ്റി ഉണ്ടായത് ഇത്തരം ശക്തികൾ അധികാരത്തിൽ വരുന്ന കാലത്തും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ആവർത്തനം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ എന്താ ചെയ്തത്? ഹിറ്റ്ലറൊക്കെ ഒരു പൊതുശത്രുവിനെ ക്രിയേറ്റ് ചെയ്തു. അത് ജൂതന്മാരായിരുന്നു പൊതുശത്രുക്കൾ, അല്ലെ? അവരെ ആക്രമിച്ചു, അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാ ടാർഗറ്റും മുഴുവൻ ജർമ്മൻകാരുടെയും പൊതുശത്രുവാക്കി ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കി. അതുപോലെ ഈ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ പ്രത്യേകത മൈനോറിറ്റിയാണ് ഉള്ള ലക്ഷ്യം. മുസ്ലിങ്ങളും ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് 800ഓളം ആക്രമണങ്ങളാണ് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ, പുരോഹിതർക്ക് നേരെ, അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെ, ആരാധനാലയങ്ങൾക്ക് നേരെ ഏറ്റവും കൂടുതൽ രാജ്യത്ത് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ്. അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ്. അവർ വെച്ചിരിക്കുന്ന പുണ്യവാളന്മാരുടെ പ്രതിമകൾ ഈ സ്കൂളിൻ്റെ എല്ലാം മുന്നിൽ വെച്ചിരിക്കുന്നത് തകർക്കുകയാണ് വ്യാപകമായി. അത് ഇവരുടെ ഈ കാലഘട്ടത്തിൽ, അതാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്ന ഏകാധിപതികളായ ഭരണകൂടങ്ങളുടെ അത് തന്നെ. ഇപ്പോൾ
തേർഡ് റേക്ക്, റൈസ് ആൻഡ് ഫോൾ ഓഫ് തേർഡ് റേക്ക് എന്ന് പറയുന്നൊരു വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്. അത് ഈ പറയുന്ന ഈ നാസിസത്തിൻ്റെ ഉദയവും അതിൻ്റെ തകർച്ചയെയും കുറിച്ച് വില്യം ഷൂറാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിമനോഹരമായൊരു പുസ്തകമാണ്. നമ്മൾ അത് വായിച്ചാൽ നാസിസം ഉണ്ടായത് എങ്ങനെയാണ്, തകർന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ വായിച്ചാൽ അത് ഉണ്ടായി വന്ന അതേ സാഹചര്യമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ ഫാസിസം വളരുന്നത്. ശരിക്കും അതിൻ്റെ വളർച്ചയുടെ സമാനമായ രീതിയിൽ 1 നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായ ആ നാസിസത്തിൻ്റെ വളർച്ചയ്ക്ക് സമാനമായ ഘടകങ്ങൾ തന്നെയാണ് ഫാസിസത്തിൻ്റെ വളർച്ചയ്ക്കും ഉണ്ടാകുന്നത്. അവിടെ അവരെന്താ ചെയ്യുന്നത്? 15-20% വരുന്ന മൈനോറിറ്റിക്കെതിരായിട്ട് 75-80% വരുന്ന മെജോറിറ്റിയെ അവർ കൺസോളിഡേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എന്നിട്ട് അവരുടെ മനസ്സിലേക്ക് ഈ മൈനോറിറ്റിക്കെതിരായിട്ടുള്ള വിദ്വേഷം പരത്തുകയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് തന്നെ അങ്ങനെ ഉണ്ടായൊരു വാക്കാണ്, വിദ്വേഷമാണ്. ആ വിദ്വേഷത്തെയാണ് നമ്മൾ ചെറുക്കുന്നത്. അപ്പോൾ പ്രാതിനിധ്യം ഇല്ലാതാകുന്നത്, കുറയുന്നത് പലപ്പോഴും അവർ വിജയം വരിക്കുമ്പോഴാണ്. അവരുടെ വിജയത്തിൻ്റെ കരുത്ത് കുറയുമ്പോൾ പ്രാതിനിധ്യപ്പുറത്ത് കൂടുന്നുണ്ട്. ഇപ്പോൾ കൂടുന്നുണ്ട്. നേരത്തെ കുറഞ്ഞപ്പോൾ 2 പ്രാവശ്യത്തെ ഇലക്ഷനുകളിലും കുറഞ്ഞ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ കൂടിയതെന്താ? കൂടിയത് ഈ ശക്തികളുടെ വിജയം തിളക്കമായിരുന്നില്ല. ഇപ്രാവശ്യത്തെ ആയിരുന്നോ? 400 സീറ്റോടുകൂടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ ആളുകൾ കഷ്ടിയായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഈ പ്രാതിനിധ്യം വർദ്ധിച്ചു, ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു. ആ ഒരു ബാലൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ബാലൻസ് ആണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഭരണകൂട വർഗം നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് അധികാരമാണ്. അല്ലാതെ അവർക്ക് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും കാര്യമോ ഒന്നുമല്ല. അതൊക്കെ കുറേ ആളുകളെ അവരുണ്ടാക്കുകയാണ്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചില നറേറ്റീവുകൾ ഉണ്ടാക്കുകയാണ്, നുണകൾ ഉണ്ടാക്കുക. നുണകൾ ഇപ്പോൾ ക്രൈസ്തവർക്കെതിരെ തന്നെ പറയുന്നത് അവർ മുഴുവൻ മതം മാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന്. 50കളുടെ അവരുടെ സെൻസസ് 2.3 ആണ്. അവരുടെ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.3% ആണ് ക്രൈസ്തവരുടെ ജനസംഖ്യ. ഈ ലാസ്റ്റ് സെൻസസിൽ അവരുടെ ജനസംഖ്യ അത് തന്നെയാണ് വർദ്ധിച്ചിട്ടുണ്ട്. ഒന്നും വർദ്ധിച്ചിട്ടില്ലല്ലോ രാജ്യത്ത്. പക്ഷെ ക്യാമ്പയിനാണ്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം പെരുകി, അത് ഹിന്ദുക്കളെക്കാൾ വലുതായി മാറും എന്ന് ഉള്ളൊരു പ്രൊജക്ഷൻ, ഒരു നറേറ്റീവ് നടത്തുന്നുണ്ട്. ഫേക്കാണ് നടത്തുന്നത്. ഇന്ത്യയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ നമ്മുടെ പോപ്പുലേഷനെ കുറിച്ചുള്ള ഡെമോഗ്രാഫിക് സ്റ്റഡീസ് പരിശോധിച്ചാൽ എല്ലാ സമുദായങ്ങളും താഴോട്ടാണ് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ താഴോട്ട് വരുന്ന ഒരു സമുദായം മുസ്ലിം സമുദായമാണ്. അപ്പോൾ 2050 പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ മെജോറിറ്റിയേക്കാൾ വർദ്ധിക്കും എന്ന് പറയുന്നത് തെറ്റായൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നറേറ്റീവ് ഉണ്ടാക്കിയ ആളെ ഭയപ്പെടുത്താണ്. ആരാണിത് അന്വേഷിച്ചു പോകുന്നത്? ഇത് കേൾക്കുന്ന സാധാരണക്കാരനായ ഒരാളെയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധനം ഇവിടെ ഉണ്ടാവുമോ? ഇന്ത്യ മുഴുവൻ ഇവർ വന്ന് കീഴടക്കുമോ? അപ്പം തെറ്റായ ക്യാമ്പയിനുകൾ നടത്തി ആളുകളുടെ മനസ്സിനെ അതിനാണ് നമ്മൾ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ആ ഹെയ്റ്റ് ക്യാമ്പയിനെതിരാണ്. അതുപോലെ അവർക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൈനോറിറ്റിയിൽ നിന്ന് തന്നെ ചില ആളുകൾ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ സ്റ്റ്യൂജുകളായി വർക്ക് ചെയ്യുന്നുണ്ട് കുറേ ആളുകൾ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അവിടെ മൈനോറിറ്റിയുടെ വിജയസാധ്യത ഉള്ള സ്ഥലത്ത് ഈ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മൈനോറിറ്റിയിൽ നിന്ന് ചില ആളുകളെ വാടകയ്ക്കെടുത്ത് അവരവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണ്. ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, പേരുകളൊക്കെ നിങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അവരുടെ ഏജന്റുമാരായിട്ട് വർക്ക് ചെയ്യാണ്. ഞങ്ങൾക്ക് പക്ഷെ ഒരു നിലപാടുണ്ട്. അത് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഒരു കാരണവശാലും രണ്ടുമായിട്ടും കോംപ്രമൈസ് ചെയ്യില്ല. ഇനി ഇവരെ രണ്ടു കൂട്ടരെയും പ്രോത്സാഹിപ്പിക്കരുത്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കൂടുതൽ ആവേശം വരുന്നത് എപ്പോഴാണ്? ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തുമ്പോഴാണ് അവരുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവരുടെ പ്രസക്തി വർദ്ധിക്കുന്നത് എപ്പോഴാണ്? ന്യൂനപക്ഷ വർഗീയതയുടെ. ഭൂരിപക്ഷ വർഗീയവാദികൾ അവരുടേതായ അധികം. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടു കൂട്ടരും കാണുമ്പോൾ ശത്രുക്കളായി നമുക്ക് തോന്നുമെങ്കിലും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. രണ്ടുപേരുടെയും നിലനിൽപ്പ് ശരിയാണ്, കോ എക്സിസ്റ്റൻസ് ആണ്. ഒരാൾ പോയാൽ മറ്റേയാളില്ല, മറ്റേയാൾക്ക് റെലവൻസ് ഇല്ല, പ്രസക്തിയില്ല. അത് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. ആ അപകടം കൂടി നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. എല്ലാം പറയുമ്പോഴും അതുകൂടി ആ അപകടം കൂട്ടത്തിൽ ഉണ്ട്.
അപകടകാരികളായ ആളുകളുണ്ട്. അവരൊരു കമ്മ്യൂണിറ്റിയെ സമാധാനപ്രിയരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ, ആ കമ്മ്യൂണിറ്റി മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പങ്കും വളരെ വലുതാണ്. രണ്ടു കൂട്ടത്തിലുണ്ട്. ഞാൻ കരുതുന്നത് ഇപ്പോൾ കേരളത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി, ഞാൻ കരുതുന്നത് ഒരു 80-90% പേരും സെക്കുലറാണെന്നാണ് എൻ്റെ വിചാരം. പിന്നെ കുറേ മത നേതാക്കളും കുറേ രാഷ്ട്രീയ നേതാക്കളും അവരെ ചീത്തയാക്കുന്നുണ്ട്, അവരെ കമ്മ്യൂണലാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ സെക്കുലറാണ്. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളും ഒരു ചെറിയ ശതമാനം ഉണ്ടാക്കുന്ന കുഴപ്പം ആ മതവിഭാഗത്തിൻ്റെ ചീത്തപ്പേരായി അല്ലേ? നേരത്തെ പറഞ്ഞപ്പോൾ അവരാണ് കുഴപ്പം. ഇപ്പം പഹൽഗാമിൽ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹം ഞങ്ങളൊക്കെ എന്താ റിയാക്ട് ചെയ്തത്? ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് എന്താ? നമ്മളൊരു കലാപം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ രാജ്യസ്നേഹമുള്ളവരുടെ മനസ്സിൽ വരുന്നത് എന്താ? അത് വേറൊരു തരത്തിലുള്ള കലാപമായി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യത്തെ ദിവസം ആ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിച്ചു. ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിന് നേരെയാക്കി ഇതിൻ്റെ ശത്രുത മാറ്റരുത്, അവർക്ക് ആർക്കും അതിൽ പങ്കാളികളല്ല അവർ എന്ന്. അതാണ് പിന്നീട് എൻ്റെ വാചകം വിമർശനത്തിന് വിധേയമായി. ഞാൻ ആ സമയത്താണ് അത് പറയേണ്ടത്, ആ സമയത്തല്ലേ അത് പറയേണ്ടത്. ഞങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിലതുണ്ട്, ആ ഓർമ്മപ്പെടുത്തലുണ്ട്. അതിൻ്റെ പേരിൽ ഒരു സമുദായം മുഴുവൻ ആക്രമിക്കപ്പെടരുത്, അപമാനിക്കപ്പെടരുത്, രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെടരുത്. ഞങ്ങളുടെയൊക്കെ ഫസ്റ്റ് കമൻറ്റിൽ ആ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, ആ സംരക്ഷണം ഉണ്ടായിരുന്നു, വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ പലരും അത് കാണാതെ പോകുന്നുണ്ടെന്നുള്ളൊരു പരാതി എനിക്കുള്ള. ഇനി സദസ്സിനുള്ള അവസരമാണ്. വളരെ കുറഞ്ഞ സമയം, 5 മിനിറ്റ് സദസ്സിന് ഉപയോഗിക്കാവുന്നതാണ്. എന്നോട് ചോദിക്കാനല്ല, സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എൻ്റെ പേര് ഡോക്ടർ PVA ഹമീദ്, കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. ചരിത്ര വസ്തുതകൾ തമസ്കരിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ പ്രതിപാദിച്ചതോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങളിലുള്ള കാവ്യവൽക്കരണവും അതുപോലെ തന്നെ ഈ ചുവപ്പുവൽക്കരണത്തെയും തടയപ്പെടുമ്പോഴല്ലേ പുതുതലമുറക്ക് ഈ ഗാന്ധിയെയും നെഹ്റുവിനെയും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇത്തരം ആശയങ്ങളെ പുതുതലമുറ കൈമാറാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? ഞാൻ ഈ കാവ്യവൽക്കരണം എന്നുള്ള വാക്കിന് തന്നെ എതിരാണ്. ഒരിക്കലും അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാവ്യം എന്ന് പറയുന്നത് ഇവരുടെ ഒന്നും അല്ല. കാവ്യം അതൊക്കെ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ലെഗസിയുടെ കൂടി ഭാഗമാണ്. ഹൈന്ദവ ആശയങ്ങളുടെ കൂടെ ഭാഗമാണ് കാവ്യം. അത് മുഴുവൻ അവർക്ക് കൊണ്ട് ചാർത്തി കൊടുക്കണം. എന്തിനാ? ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, പൊതുവായിട്ട് ഉപയോഗിക്കും. കാവ്യൊന്നും അവർക്ക് കൊടുക്കരുത്. ഞാൻ സനാതന മൂല്യങ്ങളെക്കുറിച്ചൊരു ചർച്ച, മുഖ്യമന്ത്രി തുടക്കമിട്ടൊരു ചർച്ചയിൽ ഞാൻ മുഖ്യമന്ത്രി എതിർത്തു. സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് വേറെ പ്രത്യേകതയാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അതല്ല ചാതുർവർണ്ണ്യം, അതല്ല ജാതി വ്യവസ്ഥ, സവർണ വ്യവസ്ഥ. എന്നിട്ട് നമ്മൾ ഈ സനാതന മൂല്യങ്ങൾ കൂടി കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ആളുകളുടെ സ്വത്താക്കി നമ്മൾ മാറ്റുകയാണ്. കാവ്യം അവർക്ക് സ്വന്തമല്ല, സനാതന മൂല്യങ്ങൾ അവർക്ക് സ്വന്തമല്ല. അവരുടെ ആശയം എന്ന് പറയുന്നത് അതിലൂടെ രാഷ്ട്രീയ ലാഭമുണ്ടാക്കലും മാത്രമാണ്. അതാണ് നമ്മൾ ഈ ഭൂരിപക്ഷ സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. സത്യത്തിൽ അവരെ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്ന ആരെയാണ്? ഭൂരിപക്ഷ സമുദായത്തെയാണ് അവർ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്നത്. ന്യൂനപക്ഷത്തെ പോലും ആണെന്ന് എനിക്ക് അഭിപ്രായം. ഭൂരിപക്ഷത്തെയാണ് അവർ കബളിപ്പിക്കുന്നത്. ആ ബോധ്യം ഭൂരിപക്ഷ സമുദായങ്ങളിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവർ പല വഴികളിൽ കൂടി വരും. ഒരു വഴിയാണ് ഈ പാഠപുസ്തകം, യൂണിവേഴ്സിറ്റി. പക്ഷെ അതിനേക്കാൾ അപകടകരമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ മീഡിയ. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കൂടി വരുവാണ്. ഇതുപോലുള്ള ഏകാധിപതികളായ, ഞാൻ ഇന്ത്യയിലെ കാര്യം മാത്രമല്ല പറഞ്ഞത്, അക്രോസ് ദ വേൾഡ് ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ കൂടി കിട്ടിയാൽ അവരെങ്ങനെയെല്ലാം അതിനെ ദുരുപയോഗം ചെയ്യുമെന്ന് നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ ഒറ്റ വാക്കാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെറുക്കുക എന്നുള്ളത്. ചെറുക്കുക. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു വാചകം ഞാൻ പറയാം, നമുക്ക് കൺക്ലൂഷനായിട്ട് പറയാം. അതായത് ബ്രത്ത് എന്ന് പറയുന്ന വലിയ കവിയുണ്ട്, ഭയങ്കര കവിയാണ്. ജർമ്മനിയിൽ നിന്ന് പുറത്താക്കിയതാണ്, ഹിറ്റ്ലർ പുറത്താക്കിയതാണ്. അദ്ദേഹം അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു ജർമ്മൻകാരനെ കാണുകയാണ് അദ്ദേഹം. അതാണ് കവിത. കവിതയിൽ ഒറ്റ ചോദ്യമുള്ളൂ. എന്താ ചോദ്യം?
നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയം തന്നെയാണോ? നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഹിറ്റ്ലറാണോ എന്നല്ല ചോദിച്ചത്. നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്ന്. എൻ്റെ ഒരു ധാരണ, എൻ്റെ ചരിത്ര പഠനത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവരെല്ലാം പേടിത്തൊണ്ടന്മാരാണ്, ഭീരുക്കളാണ്. ഹിറ്റ്ലർ അതായിരുന്നു, മുസോളിനി അതായിരുന്നു, സ്റ്റാലിൻ അതായിരുന്നു. ലോകത്തുള്ള എല്ലാ ഏകാധിപതികളായ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരും എല്ലാവരും ഭീരുക്കളാണ്. ഞാൻ കളിയാക്കി ഒരു കാര്യം കൂടി പറയാറുണ്ട്. നമ്മളൊക്കെ രാത്രി വീടിനകത്ത് കയറുമ്പോൾ ചിലപ്പോൾ കൊളുത്തിട്ടുണ്ടോ ജനലയുടെ എന്നൊക്കെ മറന്നുപോകും. ഇവര് ഭാര്യ കൊളുത്തിട്ടാലും ഇവര് ചെന്ന് വാതിലിന്റെ കൊളുത്ത് വീണിട്ടുണ്ടോ നോക്കും, ജനലിന്റെ കൊളുത്ത് വീണിട്ടുണ്ടോ നോക്കും, എന്നിട്ട് പോയി കസേര ഇരിക്കും. വീണ്ടും സംശയം വരും, വീണ്ടും ലൈറ്റ് ഇട്ട് ഒന്നുകൂടി പോയി നോക്കും. രാത്രി ഉറങ്ങാൻ കിടക്കും, രാത്രി 2 മണിയാകുമ്പോൾ ഞെട്ടി ഉണരും, എന്നിട്ട് ഒന്നുകൂടി പോയി ടോർച്ചടിച്ച് ഈ കൊളുത്തൊക്കെ വീണിട്ടുണ്ടെന്ന് നോക്കുന്ന ഭീരുക്കളാണ് ഇവർ. നമ്മളാണ് ധീരന്മാരാകേണ്ട ആളുകൾ, അവര് ഭീരുക്കളാണ്. നമ്മളല്ല ഭീരുക്കളാകേണ്ടത്, നമ്മളാണ് ധീരന്മാർ. നമ്മളെപ്പോഴും മനസ്സിലായി അവര് ഭീരുക്കളാണ്. ധീരന്മാരായ നമ്മളാണ് ചെറുത്തുനിൽപ്പിലൂടെ ഈ ഭീരുക്കളെ പരാജയപ്പെടുത്തേണ്ടത്. അതെപ്പോഴും മനസ്സിലുണ്ടാകണം. ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും നമുക്ക് കരുത്തു പകരേണ്ടത്, ധീരന്മാരാകേണ്ടത് നമ്മളാണ്, അവർ ഭീരുക്കളാണ് എന്നുള്ള ഓർമ്മയാണ്.